Good morning, my dear students. Welcome to our class. Last class in Unit 1 തീർത്തായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് Unit 2 ആണ്. അതിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് ടാലി ERP9 കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാലി ERP9 ഫണ്ടമെന്റൽസ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി ERP9 എന്ന് പറയുന്നത്. One of the most popular and user-friendly software is Tally ERP9. ഇപ്പം ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ടാലി കൊണ്ടുവന്നത്. അതിന്റെ ബേസ് വെർഷൻ എന്ന് പറയുന്നത് 4.5 ആണ്. അതിപ്പോ എത്തി നിൽക്കുന്നത് ടാലി ERP9 എത്തി നിൽക്കുന്നത്. അത് ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് കൊണ്ടുവന്നത്. ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി ERP9. നിങ്ങൾക്ക് അത് നോക്കാം. One of the most popular and user-friendly accounting software in India is Tally ERP9. It was developed by Tally Solutions Private Limited. Develop ചെയ്തേക്കുന്നത് ആരാണ്? Tally Solutions Private Limited ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. The Tally software support concurrent multilingual capability. It means ടാലി സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഒരേ സമയത്ത് പല ലാംഗ്വേജിൽ നമ്മൾ ആക്സസിബിൾ ആക്കാൻ പറ്റും. നമുക്ക് അവിടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ജപ്പാൻ എങ്കിൽ ജപ്പാൻ, ചൈനീസ്, അങ്ങനെയുള്ള ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മൾ ഏത് ഫേമിലാണോ വർക്ക് ചെയ്യുന്നത്, ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ലാംഗ്വേജ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൾട്ടി ലിംഗ്വൽ കാപ്പബിലിറ്റി എന്ന് വെച്ചാൽ ലാംഗ്വേജിന്റെയാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ടാലി ERP9 മെയിൻറ്റെയിൻസ് ആൾ ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ടാലി ERP9 എല്ലാ ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ആക്സസിബിൾ ആണ്. എന്തും നമുക്ക് ടാലി ERP9 എല്ലാ ടൈപ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ടാലി ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ്. ടാലി എന്ന് പറയുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇവർ കൊണ്ടുവന്നത്? അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർ രണ്ട് തരത്തിലുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്. ടാലി എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ടാലി ഹാൻഡിൽസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ആൻഡ് മീഡിയൻ ഓൾ പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ടാലിയിൽ എന്തെല്ലാം ഉണ്ട്? ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. എല്ലാ ടൈപ്സിലുള്ള വൗച്ചേഴ്സും ടാലിയിനകത്തുണ്ട്. ദെൻ ഓൾ പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡേ ബുക്ക് എല്ലാം ടാലിക്കകത്തുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ടാലി വഴി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് ടാലി ERP9 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടാലി ERP9 ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ടാലി സോഫ്റ്റ്വെയർ സീരീസ്. അത് ടാലി 4ൽ നിന്ന് തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ടാലി ERP9 എന്ന് പറയുന്നത്. ടാലി ERP9 യൂസസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഇൻകോർപ്പറേറ്റ് കോംപ്ലക്സ് ഫീച്ചേഴ്സ് ഇൻ സിംപ്ലിഫൈഡ് മാനർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചാണ് എന്തുകൊണ്ടുവന്നത് ടാലി ERP9 എന്ന് പറയുന്നത്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാനെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് ടാലി ERP9 എന്ന് പറയുന്നത്. അതാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ടാലി ERP9. ടാലി ERP9 ഫീച്ചേഴ്സ് നിന്ന് നോക്കി. ഫസ്റ്റ് വൺ, യൂസർ ഫ്രണ്ട്ലി പാക്കേജ്. അത് പറഞ്ഞു തന്നെ യൂസർ ഫ്രണ്ട്ലി പാക്കേജ് ആണ് ടാലി. ഏവർക്കും ഈസിലി ആക്സസബിൾ ആണ്, ഏവർക്കും അത് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ഒരു പാക്കേജ് ആണ് ടാലി ERP9 എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് അൺലിമിറ്റഡ് കമ്പനീസ് കൺകറന്റ്ലി. ഒരു സമയത്ത് തന്നെ പല കമ്പനി, നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പല കമ്പനീസ് നമുക്ക് ഒരു സമയത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്രിയേറ്റ് അൺലിമിറ്റഡ് കമ്പനീസ് കൺകറന്റ്. അൺലിമിറ്റഡ് മീൻസ് ലിമിറ്റ് ഉണ്ടോ അവിടെ? ഇല്ല. അൺലിമിറ്റഡ് കമ്പനീസ് കൺകറന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദെൻ തേർഡ് വൺ, അതിന്റെ അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് നോക്കി നിങ്ങൾക്ക്. നോ അക്കൗണ്ടിംഗ് കോഡ്സ്. അവിടെ പ്രത്യേകിച്ച് എന്തില്ല, അക്കൗണ്ടിംഗ് കോഡ്സ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാനുവലി ചെയ്യുമ്പം അക്കൗണ്ടിംഗ് കോഡ്സ് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിംഗ് കോഡ്സ് അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് മാനുവലി ചെയ്യാനായിട്ട് പറ്റുള്ളായിരുന്നു. പക്ഷെ ടാലി ചെയ്യണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അക്കൗണ്ടിംഗ് കോഡ്സ് ഒന്നും വേണ്ട. യൂണിഫൈഡ് ലെഡ്ജേഴ്സ് യൂണിഫൈഡ് ആണ്. യൂണിഫോമിറ്റി അവിടെ കീപ്പ് ചെയ്യും. ദെൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് കോംപ്രിഹെൻസീവ് അക്കൗണ്ടിംഗ്. അവിടെ എന്തുണ്ട്? ബുക്ക് കീപ്പിംഗ് മാനുവൽ ആണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ബുക്ക് കീപ്പിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ കോംപ്രിഹെൻസീവ് അക്കൗണ്ടിംഗ് പാക്കേജ് ആണ് ഇതെന്ന് പറയുന്നത് ടാലി എന്ന് പറയുന്നത്. ദെൻ മൾട്ടി കറൻസി അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത് റുപ്പിയിലായിരിക്കും. US-ലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എൻട്രി ചെയ്യുന്നത്? ഡോളറിലായിരിക്കും എൻട്രി ചെയ്യുന്നത്. അങ്ങനെ മൾട്ടി കറൻസി അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കറൻസി നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രിന്റ് നമുക്ക് എപ്പോഴാണ് നമുക്ക് റിപ്പോർട്ട് ആവശ്യമുള്ളത് അപ്പം നമുക്കത് പ്രിന്റ് ചെയ്യാൻ ആ ടാലി എന്നുള്ള സ്ക്രീനിനകത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ സെക്യൂരിറ്റി കൺട്രോൾ. നിങ്ങൾ ടാലി എന്നുള്ള
സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ആ കമ്പനി ക്രിയേഷൻ പറഞ്ഞൊരു കമ്പനി ക്രിയേഷൻ പറഞ്ഞ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി കൺട്രോൾ അവർ ചോദിക്കുക ഏത് പാസ്വേഡ് വെച്ചാണെങ്കിൽ ഈ കമ്പനി സെറ്റ് ചെയ്യേണ്ടത്, ഏതാണ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് ചോദിക്കുക. അതാണ് സെക്യൂരിറ്റി കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അൺലിമിറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെന്റേഴ്സ്. പ്രോഫിറ്റ് സെന്റേഴ്സ് മീൻസ് ഒരു ബിസിനസ്സിൽ പലതരത്തിലുള്ള സെന്റേഴ്സ് കാണും. പ്രോഫിറ്റ് സെന്റർ ഉണ്ട്, സെയിൽസ് സെന്റർ ഉണ്ട്, അങ്ങനെയുള്ള സെന്റേഴ്സ് എല്ലാം നമുക്ക് ടാലിയിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അൺലിമിറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെന്ററിനും കോസ്റ്റ് സെന്റർ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ ഇൻവെന്ററി ഫീച്ചേഴ്സ്. ഇൻവെന്ററി മീൻസ് സ്റ്റോക്കിൽ എന്തെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് കൺട്രോൾ ഫോർ മൾട്ടി ലൊക്കേഷൻ. മൾട്ടി ലൊക്കേഷൻ മീൻസ് ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിലായിരിക്കും നമ്മൾ ഈ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ഫോർ മൾട്ടി ലൊക്കേഷൻ, ഒരേ സമയത്ത് തന്നെ പല ലൊക്കേഷനുള്ള സ്റ്റോക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് എൻ്റർ ചെയ്യാനും പറ്റും. ദെൻ വെയർഹൗസ് മാനേജ്മെന്റ് ഫോർ മൾട്ടി ലൊക്കേഷൻ. അങ്ങനെ നമ്മൾ മൾട്ടി ലൊക്കേഷനിൽ കീപ്പ് ചെയ്യുന്ന സാധനങ്ങളുടെ വെയർഹൗസ് മാനേജ്മെന്റ്. വെയർഹൗസ് മീൻസ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ളത്, അപ്പൊ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫ്ലെക്സിബിൾ യൂണിറ്റ് ഓഫ് മെഷർ. ഏറ്റവും വേഗത്തിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ടാലി എന്നുള്ള സോഫ്റ്റ്വെയറിലെ ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത്. റിജിഡ് ആണോ? അല്ല, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്. യൂണിറ്റ് ഓഫ് മെഷർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് യൂണിറ്റിലാണോ മെഷർ ചെയ്യുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റെക്കോർഡിംഗ് ഓഫ് സ്റ്റോക്ക് മൂവ്മെന്റ് ആൻഡ് സ്റ്റോക്കേജ്. നമ്മൾ സ്റ്റോക്ക് മൂവ്മെന്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മൂവ്മെന്റ്, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഗ്രോത്ത് പോകുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ മൾട്ടിപ്പിൾ സ്റ്റോക്ക് വാല്യൂഷൻ. ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യാനും നമുക്ക് പറ്റും. ദെൻ ഫിക്സിംഗ് വേരിയസ് മെറ്റീരിയൽ ലെവൽസ്. ഒരു സമയത്ത് തന്നെ പല രീതിയിലുള്ള മെറ്റീരിയലിന്റെ ലെവൽ കീപ്പ് ചെയ്യാനും നമുക്ക് ഫിക്സ് ചെയ്യാനും പറ്റും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ എത്ര മെറ്റീരിയൽ വേണം, എത്ര ലേബേഴ്സ് വേണം, എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ. ഇനി ഫിഫ്ത്ത് വൺ, ഓട്ടോമേഷൻ ഓഫ് എംപ്ലോയീസ് റെക്കോർഡ്സ്. പേറോൾ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എംപ്ലോയീസിന്, ഒരു ബിസിനസ്സിലെ എംപ്ലോയീസിന്റെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത് പേറോൾ അക്കൗണ്ടിംഗ് ആണ്. നിങ്ങൾ സ്പ്രെഡ്ഷീറ്റിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ പേറോൾ അക്കൗണ്ടിലാണ് നമ്മൾ എംപ്ലോയീസിനെല്ലാം ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നത്. അപ്പം ഓട്ടോമേഷൻ ഓഫ് എംപ്ലോയീസ് റെക്കോർഡ്സ്, എംപ്ലോയിയുടെ റെക്കോർഡ്സ് നമുക്ക് ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത് എൻട്രി ചെയ്യാനും അതിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനായിട്ടും പറ്റും. Then profitability statement of every product, project or service can be easily generated. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ആണോ ഒരു പ്രോജക്റ്റ് ആണോ നമ്മൾ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തതിന് അതിന്റെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഇത്ര നാളും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ സ്മൂത്ത് റണ്ണിങ്, അതിന് നമുക്ക് പ്രോഫിറ്റ് ആണോ, നമ്മുടെ പ്രോജക്റ്റ് സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, നമുക്ക് റിപ്പോർട്ട് ഈസിലി അവൈലബിൾ ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ടും നമുക്ക് കിട്ടും. അതാണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റും. ദെൻ ഡേറ്റ ക്യാൻ ബി സിങ്ക്രണൈസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ഫ്രം മൾട്ടിപ്പിൾ ലൊക്കേഷൻ. പല ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. സിങ്ക്രണൈസ് മീൻസ് ഒരുമിച്ച് ചേർത്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരിടത്ത് മാത്രമായിരിക്കും അതിന്റെ ഹെഡ് ഓഫീസ് ഒരിടത്തായിരിക്കും, ബ്രാഞ്ചസ് പല സ്ഥലത്തും കാണും. അപ്പോൾ പല സ്ഥലത്ത് കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് എല്ലാം കൂടി നമുക്ക് സിങ്ക്രണൈസ് ചെയ്ത് ഒരിടത്ത് എത്തിക്കാനായിട്ട് പറ്റും. Then this highly secured against data tampering. ഇത് highly secured ആയിരിക്കും. ഡേറ്റ ലോസ്റ്റ് ആവാനുള്ള ചാൻസേ എവിടെയില്ല, ഇതിനകത്ത് കാണില്ല. ഇറ്റ് ഹാസ് വെരി പവർഫുൾ ഓഡിറ്റ് ഫെസിലിറ്റി. നമുക്ക് വേഗത്തില്ല. നമ്മളൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം, ഓഡിറ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യും. ഇത്ര നാൾ കഴിയുമ്പോൾ ബിസിനസ്സിൽ എന്ത് നടത്തും, ഓഡിറ്റർ വിസിറ്റ് നടത്തും. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ടാലി സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഡേറ്റാസ് അനലൈസ് ചെയ്യുമ്പോൾ ഓഡിറ്റ് ഫെസിലിറ്റി എളുപ്പമായിരിക്കും. അതാണ് ഇറ്റ് ഹാസ് വെരി പവർഫുൾ ഓഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ടാലി പ്രൊവൈഡ് ഇന്ററാക്റ്റീവ് ഓൺലൈൻ ഹെൽപ്പ്. ടാലിക്കകത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അറിയാം, സ്ക്രീനിനകത്ത് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ഹെൽപ്പ് വേണോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഓക്കെ. ദെൻ ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി ഫെസിലിറ്റീസ് അവൈലബിൾ. ഇവിടെ എന്തുണ്ട്, ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി. നമുക്ക് എപ്പോൾ വേണോ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് ആവശ്യമുള്ളത് അപ്പം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാനുള്ള ഇതും കൂടുതലാണ് ഇവിടെ ടാലിയിൽ ചെയ്യുമ്പോൾ. ഓപ്പൺ ഡേറ്റാബേസ് കണക്ടിവിറ്റി ഫെസിലിറ്റീസ് അവൈലബിൾ. ഓക്കെ. ദെൻ വാട്ട്, സർവീസ് ടാക്സ്, TDS ആൻഡ് TCS കംപ്ലൈന്റ്. വാട്ട് മീൻസ് വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ് നമ്മൾ സേവന നികുതി അടയ്ക്കില്ല. അത് TDS മീൻസ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് ആൻഡ് TCS കംപ്ലൈന്റ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിൽ ചെയ്തെടുക്കാൻ പറ്റും, ടാലിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇപ്പം ഇത് മാറി GST ആണ് കൊണ്ടുവന്നത്. GST നിങ്ങൾക്ക് അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. വേർഷൻസ് ഓഫ് ടാലി, ടാലിയുടെ വേർഷൻസ് ഏതെല്ലാം ഉണ്ട്? ടാലി വാസ് അഡോപ്റ്റഡ് വിത്ത് ഇറ്റ്സ് ഫസ്റ്റ് വേർഷൻ ടാലി 4.5. ടാലി 4.5 ആണ് ടാലിയുടെ ബേസ് വേർഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെ വന്നത്? ഇറ്റ് വാസ് എ MS DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് സോഫ്റ്റ്വെയർ. അത് MS DOS സിസ്റ്റം ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഫസ്റ്റ് വേർഷൻ ടാലി 4.5 ആണ്. അതിന്റെ ഇറ്റ് വാസ് MS DOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ ടാലിയുടെ സബ്സിക്വന്റ് വേർഷൻസ് എന്തൊക്കെയായിരുന്നു? ടാലി 4.5, ടാലി 6.3, ടാലി 7.2, ടാലി 8.1, ടാലി 8.1, ടാലി 9 ആൻഡ് ടാലി ERP 9. ഈ ടാലി ERP 9ലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. ദെൻ in Tally ERP 9 version of Tally, in addition to Silver Edition, Gold Edition and Auditor's Editions are also available. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഈ ടാലി ERP 9ന്റെ അകത്ത് സിൽവർ എഡിഷൻ ഉണ്ട്, ഗോൾഡ് എഡിഷൻ ഉണ്ട്, ഓഡിറ്റേഴ്സ് എഡിഷൻ ഉണ്ട്. ഈ മൂന്ന് വേർഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ERP 9 provides all necessary payroll compliances such as PF, ESA, professional tax computation and income tax on salary income. ടാലി ERP 9ന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമുക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഫഷണൽ ടാക്സ്, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ എൻഗേജ് ആവുന്നവരെ എന്ത് കൊടുക്കണം? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണ്ടേ? അതത് ആ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് കൊടുക്കണം? ടാക്സ് നമ്മൾ പേ ചെയ്യണം, ഗവൺമെന്റിന് പേ ചെയ്യണം. അപ്പൊ ടാലി എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ പേറോൾ കംപ്ലയിൻസും, എല്ലാ കമ്പ്യൂട്ടേഷൻ, ടാക്സ് കമ്പ്യൂട്ടേഷൻ, ഇൻകം ഫ്രം ടാക്സ് ഓൺ സാലറി, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കണ്ടേ ഗവൺമെന്റിന്? സാലറി ഇൻകം, നമ്മൾ ഒരു ഡെയിലി മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ആ ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ എല്ലാം നമ്മൾ ഈ ടാലി എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാ തരത്തിലുള്ള എല്ലാ നെസസറി പേറോൾ കംപ്ലയിൻസസ് എവിടെ ഉണ്ട്? ടാലി ERP 9 ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിനകത്ത് ഉണ്ട്. ഓക്കെ, ദെൻ റിക്വയർമെന്റ് ഫോർ ഇൻസ്റ്റാളിംഗ് ടാലി. ടാലി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്തെല്ലാം അത്യാവശ്യമാണ്? പ്രോസസ്സർ, ഏത് പ്രോസസ്സറാണ് വേണ്ടത്? IBM PC വിത്ത് ഇന്റൽ 80586 ഓർ ബെറ്റർ, 80586 ഓർ ബെറ്റർ. അതിൽ കൂടുതലുള്ള പ്രോസസ്സർ നമുക്ക് അത്യാവശ്യമാണ്. ദെൻ റാം എത്ര വേണം? 256 MB ഓർ മോർ, 256 MBയോ അതിൽ കൂടുതലുള്ള റാം ഉള്ള സിസ്റ്റം വേണം. ദെൻ ഡിസ്ക് സ്റ്റോറേജ്, എത്ര സ്റ്റോറേജ് എങ്കിലും വേണം? 14 MB സ്റ്റോറേജ് ഉള്ള ഡിസ്ക് വേണം. ദെൻ ഇൻസ്റ്റാളേഷൻ ഡ്രൈവ്, നമ്മൾ ഇതിലോട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? CD-ROM ഡ്രൈവിലോട്ട് നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ എടുക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായിരിക്കണം? Windows 98 ഓർ അബോ, 98 അതിൽ മോളോട്ടുള്ള ഇതിലോ മാത്രമേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ മാത്രമേ നമുക്ക് ടാലി ERP 9 വേർഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ സ്റ്റെപ്സ് ഫോർ ഇൻസ്റ്റാളിംഗ് ടാലി. ടാലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാലി CD കണ്ടെയ്നിങ് ടാലി പ്രോഗ്രാം. ഇത് നേരത്തെ ഉള്ള കാര്യമായിരുന്നു. നമുക്ക് ടാലിയുടെ CD ആക്സസബിൾ ആണ്. ആ ടാലിയുടെ CD ഉണ്ടെങ്കിൽ ആ CD നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ CPU-ന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ CD കണ്ടെയ്നിങ് ടാലി പ്രോഗ്രാം അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ install.exe നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ ടു ഗെറ്റ് ലൈസൻസ് എഗ്രിമെന്റ് സ്ക്രീൻ. നമുക്ക് അവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് എഗ്രിമെന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഐ എഗ്രി എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യണം. ദെൻ ഗെറ്റ് ന്യൂ ഇൻസ്റ്റലേഷൻ സ്ക്രീൻ വെയർ ആപ്ലിക്കേഷൻ ഡയറക്ടറി, ഡാറ്റ ഡയറക്ടറി, കോൺഫിഗറേഷൻ ഡയറക്ടറി, ലാംഗ്വേജ് ഡയറക്ടറി എക്സെട്ര ക്യാൻ ബി ആൾട്ടർ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾട്ടർ ചെയ്യണം. എന്തൊക്കെയാണ് ഓൾട്ടർ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഡയറക്ടറി, കോൺഫിഗറേഷൻ ഡയറക്ടറി, ലാംഗ്വേജ് ഡയറക്ടറി, ഇതെല്ലാം നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ ടു സെലക്ട് കൺട്രി ആൻഡ് ലാംഗ്വേജ്. നമ്മൾ ഏത് കൺട്രിയിലാണോ നമ്മൾ ആ കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടെ ലാംഗ്വേജ് ഏത് മീഡിയത്തിലാണോ നമുക്ക് ടാലി വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക. ദെൻ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ലാംഗ്വേജും കൺട്രിയും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതായിരുന്നു നമ്മൾ ഒരു CD-ക്കകത്ത് ടാലി ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടാലി ERP 9 എന്നുള്ള സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് കൂടെ നോക്കാം. നിങ്ങൾക്ക് അപ്പം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നെറ്റുള്ള കുട്ടികൾ നെറ്റിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് നോക്കിയേ. ടാലി ERP 9 സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? tallysolution.com. നിങ്ങൾ ഗൂഗിളിനകത്ത് tallysolution.com എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് അഡ്രസ് വെച്ച് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ,
ദെൻ ചൂസ് ദ ഓപ്ഷൻ ഡൗൺലോഡ് ഫ്രം ദ മെനു. ആ മെനുവിൽ നിന്ന് നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണ് ടാലി ERP9 ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ ഇൻസ്റ്റാൾ നൗ അല്ലെങ്കിൽ ഡൗൺലോഡ് ഫോർ ലേറ്റർ രണ്ട് ഓപ്ഷൻ അവിടെ കാണും. ഇൻസ്റ്റാൾ നൗവും കാണും, ഡൗൺലോഡ് ഫോർ ലേറ്ററും കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ടാലി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ നെറ്റ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കൂടെ തന്നെ നമുക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. By choosing the option download for later, enable to download the Tally software in your system and installing using the customization setting. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇൻസ്റ്റാൾ നൗവും ചെയ്യാം, ഡൗൺലോഡ് ഫോർ ലേറ്ററും കൊടുക്കാം. ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. ഡൗൺലോഡ് ഫോർ ലേറ്റർ കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് വന്നിട്ട് നിങ്ങൾ ആ സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും. ഇതാണ് ഗൂഗിളിൽ നിങ്ങൾ എടുക്കുമ്പോൾ ടാലി സൊല്യൂഷൻസിനകത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് വരുന്നത്. അവിടെ നോക്കി, അവിടെ ബൈ നൗ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അങ്ങനെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ടാലി ERP9 സോഫ്റ്റ്വെയറിന് ഇങ്ങനെ വരും. അപ്പൊ ഇൻസ്റ്റാൾ നൗ ഉണ്ട്, ഡൗൺലോഡ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് അപ്പം തന്നെ വരും. വന്നിട്ട് അതിന്റെ സെറ്റിംഗ്സ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻസ്റ്റാൾ നൗ ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ദെൻ ടാലി ലൈസൻസിങ്. ടാലി രണ്ട് രീതിയിലുണ്ട്, സിംഗിൾ യൂസറും ഉണ്ട്, മൾട്ടി യൂസറും ഉണ്ട്. സിംഗിൾ യൂസർ മീൻസ് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിംഗിൾ യൂസർ എന്ന് പറയുന്നത്. മൾട്ടി യൂസർ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അക്സസബിൾ ആക്കാൻ പറ്റുന്നതാണ് മൾട്ടി യൂസർ എന്ന് പറയുന്നത്. അത് എവിടെ മാത്രമേ ഉള്ളൂ, ടാലി ERP9 ഗോൾഡ് വേർഷനകത്ത് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. അതെങ്ങനെയാണ് കിട്ടുന്നത്, ലൈസൻസിങ് വേണമെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി ആണ് ടാലിയുടെ മെയിൻ ആയിട്ടുള്ള സ്ക്രീൻ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലിന്ന് F12 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് കോൺഫിഗർ ലൈസൻസിങ് അത്രയും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസിങ് ആക്സസിബിൾ ആവത്തുള്ളൂ. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ സ്ക്രീൻ കമ്പോണൻസ്. ഗേറ്റ് വേ ഓഫ് ടാലി ആണ് ടാലിയുടെ മെയിൻ സ്ക്രീൻ. അവിടുത്തെ സ്ക്രീൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. നിങ്ങൾ ടാലി ERP9 അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 6 സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ടൈറ്റിൽ ബാർ ഉണ്ട്, ഹൊറിസോണ്ടൽ ആൻഡ് ബട്ടൺ ബാർ ഉണ്ട്, ബോട്ടം പെയിൻ ഉണ്ട്, മെയിൻ ഏരിയ ഓഫ് ദ സ്ക്രീൻ ഉണ്ട്, ബട്ടൺ പാനൽ ഉണ്ട്, കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്. ഓക്കെ, ഈ 6 ഹെഡിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ദെൻ കമ്പനി ക്രിയേഷൻ. കമ്പനി നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് കമ്പനി ക്രിയേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, Alt F3 or click company info. ഒന്നെങ്കിൽ Alt F3 കമ്പ്യൂട്ടറിൽ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനി ഇൻഫോയിൽ നിന്ന് സെലക്ട് ചെയ്യുക ക്രിയേറ്റ് കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എന്തൊക്കെയാണോ ആവശ്യമുള്ള ആ ഫീൽഡ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നൗ ദ ഗെറ്റ്സ് കമ്പനി ക്രിയേറ്റ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്താൽ മാത്രമേ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനാണ് ടാലിയുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ഇൻഫോ, ഇത് ഗേറ്റ് വേ ഓഫ് ടാലി ആണ്. കണ്ട ഗേറ്റ് വേ ഓഫ് ടാലി. ഇവിടെ പല കാര്യങ്ങളുണ്ടാവും. പ്രിന്റ്, എക്സ്പോർട്ട്, ഇമെയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് മാറ്റാൻ പറ്റും, കീബോർഡ് ഉണ്ട്, കൺട്രോൾ സെന്റർ ഉണ്ട്, സപ്പോർട്ട് സെന്റർ ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്. ഓക്കെ, ഇത് എഡ്യൂക്കേഷൻ മോഡിലാണ് ഇത് പോയിരിക്കുന്നത്. ഇതാണ് കാൽക്കുലേറ്റർ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഫങ്ഷണൽ കീ ഇതെന്ന് പറയുന്നത് ഇതാണ്. ദെൻ നോക്കി നിങ്ങൾ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കമ്പനി ഒന്നുമില്ല. ഇതാണ് ഗേറ്റ് വേ ഓഫ് ടാലിയുടെ കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞ സ്ക്രീൻ. ഇതാണ് ഇതിന്റെ ഇതൊക്കെ സെലക്ട് കമ്പനി ഉണ്ട്, ലോഗിനസ് റിമോട്ട് യൂസർ ഉണ്ട്, ക്രിയേറ്റ് കമ്പനി ഉണ്ട്, ബാക്കപ്പ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്, ക്വിറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് കമ്പനി ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനി ക്രിയേഷന്റെ സ്ക്രീൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നെയിം, നമ്മുടെ കമ്പനിയുടെ നെയിം എൻ്റർ ചെയ്യാൻ പറ്റും, മെയിലിംഗ് അഡ്രസ്സ് കൊടുക്കണം, ഏതാണ് നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, സ്റ്റേറ്റ്, പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മെയിൽ ID എല്ലാം കൊടുക്കണം. കറൻസി സിമ്പിൾ ഓൾറെഡി ഡിഫോൾട്ട് ആണ് റുപ്പീസ് കൊടുക്കുക. നമ്മൾ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയർ എന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഡേറ്റ് പഴയ ഡേറ്റ് ആണ്. നിങ്ങൾ പുതിയ ഡേറ്റ്, അതായത് ഫസ്റ്റ് ഏപ്രിൽ 2019 ടു ബുക്സ് ബിഗിൻസും 1 ഏപ്രിൽ 2020 ആണ് ബുക്സ് ബിഗിൻ ചെയ്യുന്നത്. ദെൻ സെക്യൂരിറ്റി കൺട്രോൾ. ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ മോഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സെക്യൂരിറ്റി ഒന്നും നമ്മൾ എഡ്യൂക്കേഷൻ മോഡിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ സെക്യൂരിറ്റി പാസ്വേഡ് ഒന്നും വെച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ട. നേരെ മറിച്ച് ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ടാലിയിൽ ഒരു പാസ്വേഡ് വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും.
നമ്മൾ എഡ്യൂക്കേഷൻ മോഡാണെങ്കിൽ നമ്മൾ എന്ത് വേണ്ട, പ്രത്യേകിച്ച് നമ്മൾ പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബേസ് കറൻസി സിമ്പിൾ റുപ്പീസ് ആണോ, അതെല്ലാം ബേസ് കറൻസി ഇൻഫർമേഷൻ ആണ്, ഇന്ത്യൻ റുപ്പീസ് ആണ്. അത് സിമ്പിൾ ഫോർ ഡെസിമൽ പോർഷൻ പൈസയാണ്. എമൗണ്ട് ഇൻ മില്യൺസിനോ പുട്ട് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് മില്യൺസ്. ഇത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് വരും. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റ് എസ് ഓർ നോ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നുള്ള ഒരു കാര്യമാണ് സെലക്ട് ഷട്ട് ആൻഡ് ഓൾട്ട് കമ്പനി. നമുക്ക് സെലക്ട് ചെയ്യണം ഒരു കമ്പനി, ഷട്ട് ചെയ്യണം. ഷട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അത് ക്ലോസ് ചെയ്യണം. ദെൻ ഓൾട്ടർ കമ്പനി, കമ്പനിയുടെ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓൾട്ടർ മീൻസ് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ നോക്കി, ടു സെലക്ട് കമ്പനി, കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഗേറ്റ് ഓഫ് ടാലി F1 സെലക്ട് ദ കമ്പനി ഫ്രം ദ ലിസ്റ്റ് പ്രസന്റ്. നമ്മൾ ഗേറ്റ് ഓഫ് ടാലി എന്നുള്ള നേരത്തെ സ്ക്രീനില്ലേ, ആ സ്ക്രീനിൽ നിന്ന് F1 സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ഏത് കമ്പനിയാണ്, നമ്മളിപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ എൻ്റർ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദെൻ ടു ഷട്ട് എ കമ്പനി, ഷട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗേറ്റ് ഓഫ് ടാലിന്ന് ഓൾട്ട് F1 ക്ലിക്ക് ചെയ്യുക. സെലക്ട് ദ കമ്പനി ഫ്രം ദ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത കമ്പനി അത് എടുക്കുക. അവിടെ നിന്ന് കമ്പനി ഷട്ട് ചെയ്യുക. എന്നിട്ട് പ്ലസ് എൻ്റർ കൊടുക്കുക. ടു ഓൾട്ടർ എ കമ്പനി, നമുക്ക് ആ കമ്പനിയുടെ നെയിമോ കമ്പനിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതും ഗേറ്റ് ഓഫ് ടാലി എന്നാണ്. ഓൾട്ട് F3 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. പ്രസ് എൻ്റർ. ഗിവ് ചേഞ്ചസ് ആൻഡ് സേവ്. നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വരുത്തേണ്ടത് ആ ചേഞ്ചസ് കൊടുക്കുക. ലാസ്റ്റ് സേവ് കൊടുക്കുക. സേവ് കൊടുത്താൽ നമുക്ക് ഈ ചേഞ്ചസ് എല്ലാം അവിടെ വരുള്ളൂ. അപ്പം സേവ് ചെയ്യുക. അപ്പം സെലക്ട് കമ്പനി, ഷട്ട് എ കമ്പനി, ഓൾട്ടർ എ കമ്പനി രണ്ടും F1 ആണ്. ഇത് ഗേറ്റ് ഓഫ് ടാലിയിൽ F1 ആണ്. ഇത് ഗേറ്റ് ഓഫ് ടാലി ഓൾട്ടും F1 കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ ഷട്ട് എ കമ്പനി നടക്കുകയുള്ളൂ. ഓൾട്ടർ എ കമ്പനിയിൽ ഓൾട്ട് F3 ആണ്. ദെൻ നിങ്ങൾക്ക് കറന്റ് പീരീഡും ഉണ്ട്, കറന്റ് ഡേറ്റും ഉണ്ട്. കറന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ പീരീഡ് വർക്ക് ചെയ്യുന്നത് ആ പീരീഡിനാണ് എന്ന് പറയുന്നത് കറന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? April 1st to March 31st. 2020 April 1st to March 31st 2021 ആണ് ഫിനാൻഷ്യൽ ഇയർ പോകുന്നത്. അപ്പം ഏത് പീരീഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ പീരീഡാണ് കറന്റ് പീരീഡ് എന്ന് പറയുന്നത്. ടാലി അതിന് മുമ്പുള്ള പീരീഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ടാലി എന്ന് പറഞ്ഞാൽ 2019 നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ക്രിയേറ്റ് കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി കറന്റ് പീരീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കറന്റ് പീരീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രസ് ഓൾട്ട് F2. ഓൾട്ടും F2 കൂടെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പീരീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കറന്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്തോ? ഡേറ്റ് യു വർക്ക് ലാസ്റ്റ് ഡ്യൂറിംഗ് ദ കറന്റ് പീരീഡ്. നമ്മൾ ഏതിലാണോ വർക്ക് ചെയ്യുന്നത് അതിനാണ് കറന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡേറ്റ് ആണ് കറന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കറന്റ് ഡേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ F2 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കോൺഫിഗറിംഗ് കമ്പനി. Configuration changes may affect all active companies created in Tally.